നമസ്കാരം, റാഫി കണ്ടക്കയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഒരു 4 സ്ത്രീകളുടെ കാര്യം പറയാം. അതായത് 4 പേരും തമ്മിലുള്ള സാമ്യം എന്ന് പറയുന്നത് അവർ 4 പേരും കന്യാസ്ത്രീകളാണ് എന്നുള്ളതാണ്. അതായത് അവർ കർത്താവിൻ്റെ മണവാട്ടികളാണ് എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ ഒരാൾ നമ്മുടെ മദർ തെരേസയാണ്. നിങ്ങൾക്കറിയാം, പാവങ്ങളുടെ അമ്മ. മദർ തെരേസയെ നമ്മൾ മദർ എന്ന് വിളിക്കാനുള്ള പ്രധാന കാരണം അവർ വെറും ഒരു കന്യാസ്ത്രീ ആയതുകൊണ്ടല്ല. നമ്മൾക്ക് അതിൽ അമ്മ എന്ന് പറയുന്ന ഒരു വികാരത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. അതായത് പാവങ്ങളുടെ അമ്മ, അവരുടെ നിലപാടുകളും അവർ ചെയ്യുന്ന പ്രവൃത്തിയും നമുക്ക് ഒരു മനുഷ്യന് പോലും തള്ളിപ്പറയാൻ പറ്റുന്നില്ല. കാരണം എന്താ പറയുക, അതിരുകളില്ലാത്ത സ്നേഹമാണ് അവർ ഈ സമൂഹത്തിനോട് ചെയ്തത്. അതാണ് ചെയ്യേണ്ടതും. രണ്ടാമത്തെ 2 പേർ ശരിക്കും നിങ്ങൾക്കറിയാം, വർഗീയ മാഫിയകൾ കുത്തിവലിക്കാനിട്ട് കൊടുത്ത മിഷണറി പ്രവർത്തനത്തിൻ്റെ പേരിൽ ജയിലിൽ കിടന്നിട്ടുള്ള 2 കന്യാസ്ത്രീകളാണ്. അവരും കന്യാസ്ത്രീകളാണ്. ഇനി 4ാമത്തെ ആളാണ് ഇതിലേറ്റവും വലിയൊരു പ്രശ്നമുള്ളത്. ആ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കേവലം 13 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിനിയെ ജയിച്ചു വന്നിട്ട് ആ ജയം ആഘോഷിക്കുന്ന ഒരു കന്യാസ്ത്രീയെ, ആ വേഷം ധരിച്ച ഒരമ്മയെ ഞാൻ ഇന്നലെ ടെലിവിഷനിൽ കണ്ടു. അവരുടെ മുഖത്തുള്ള ചിരിയും അതേപോലെ അവർ ആരെയോ ജയിച്ചിട്ട് വന്ന് നിൽക്കുന്ന ആ ഒരു സംസാര ശൈലിയൊക്കെ കണ്ടു. അപ്പം ഞാൻ അവരോട് പറയാനുള്ളത്, മദർ, ദയവ് ചെയ്ത് മദർ എന്നുള്ളതിൻ്റെ അർത്ഥം ഒന്ന് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം എന്താണ് അമ്മ എന്നും എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ അമ്മമാർ പെരുമാറേണ്ടതും അവർ എങ്ങനെയാണ് മക്കളെ കാണുന്നതെന്നൊക്കെ ഒന്ന് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇപ്പം ഞാൻ ഈ വിഷയത്തെ മൊത്തത്തിൽ, ഞാനിപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഈ വിഷയത്തെ മൊത്തത്തിൽ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഇന്നലെ തന്നെ അതിനുള്ള മറുപടി പറയുന്നുണ്ട്. അവർ നന്ദി പറയുന്ന കൂട്ടത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് നന്ദി പറഞ്ഞ ഒരാളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഷോൺ ജോർജ്. അപ്പോൾ നമുക്കറിയാം ഇതെന്താണെന്നുള്ളത് ഏകദേശം എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ പുരോഹിതരോടും അതുപോലെ ഇങ്ങനെയുള്ള നല്ല നല്ല സ്ഥാനത്തിരിക്കുന്നവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവരുടെ ചട്ടകമാവാതിരിക്കുക, പ്രത്യേകിച്ചിട്ട് ഇങ്ങനെയുള്ള സെൻസിറ്റീവായ വിഷയങ്ങളിൽ. അതാണ് ഇവിടെ സംഭവിച്ചതെന്നാണ് അവരുടെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. എന്തായാലും ആ പ്രശ്നം എങ്ങനെയെങ്കിലും അവസാനിക്കട്ടെ. നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അതൊരു കളങ്കമായിട്ട് അവശേഷിക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒന്ന് തീരട്ടെ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അമ്മമാർ, അങ്ങനെ തന്നെ ഞാൻ പറയും, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് തന്നെ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഇന്നലത്തെ ആ പ്രവൃത്തി, ആ ചിരിയൊക്കെ, ആ ചിരിയുണ്ടല്ലോ, ആ ചിരി നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് യൂദാസിൻ്റെ ചിരിയാണ്. അതായത് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് ഉണ്ടല്ലോ, ആ ചിരിയാണ് നമ്മൾ കണ്ടത്. കാരണം ശരിക്കും ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന നല്ല മനുഷ്യരുണ്ടല്ലോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മളൊക്കെ സുഹൃത്തുക്കളായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരെയൊക്കെ മഴയത്ത് നിർത്തുകയാണ് അമ്മ ചെയ്ത പണി. അപ്പം അമ്മ അത് മനസ്സിലാക്കുക, തെറ്റ് തിരുത്തുക, അത്രയാണ് പറയാനുള്ളൂ. പിന്നെ ഈ ഇങ്ങനെയുള്ള കമൻസിൻ്റെ ഒക്കെ താഴെ കുറേ ആൾക്കാർ വന്നിട്ട് ഇപ്പം പറയുന്നുണ്ട്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പഠിച്ചാൽ പോരെ, അല്ലെങ്കിൽ വേറെ സ്കൂൾ നോക്കിക്കോ. ഇങ്ങനെയൊരു സാധനം നമ്മൾ കേട്ടിട്ടുള്ള എവിടെയാണെന്ന് പറയും. നിങ്ങൾ പറ്റുന്നവരോട് വന്നാൽ മതി, ബാക്കിയുള്ളവർ പാകിസ്ഥാനിൽ പോയിക്കോ എന്ന് പറയുന്നില്ലേ. അതാണ് ഇത് രണ്ടിൻ്റെയും ബേസ്. അതാണ് അത് തമ്മിലുള്ള താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത്, ഇത് രണ്ടും ഒരേ ഡയലോഗാണ്. പറ്റുന്ന പഠിച്ചാൽ മതി, അല്ലെങ്കിൽ വേറെ സ്കൂൾ നോക്കി പോയിക്കോ എന്ന് പറഞ്ഞ പോലെ. അപ്പം ഈ ശരിക്കും യൂണിഫോം എന്നുള്ളത് അർത്ഥമാക്കുന്നത് എന്താണെന്ന് മനസ്സിലാവാണ്ട് കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വസ്ത്രധാരണത്തിൽ ഏകത്വം കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ വസ്ത്രം ഇടാണ്ട് എല്ലാവരും നിൽക്കണം എന്നല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചിട്ട് എല്ലാവരും നിൽക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. ഇത് യൂണിഫോം സാധാരണയുണ്ട്, നമ്മളെ സ്കൂളിലൊക്കെ അങ്ങനെ ഒരു ചട്ടമുണ്ട്, ശരിയാണ്, യൂണിഫോം ഉണ്ടാവും. പക്ഷേ അതിൻ്റെ കൂടെ മതപരമായിട്ട് അവർക്ക് നിർബന്ധമായിട്ടും, അതിൻ്റെ അടിവരയിടണം, നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ അതിന് സ്കൂൾ തലത്തിൽ ഇളവ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. അതുകൊണ്ട് ഇടിഞ്ഞു പോവുകയൊന്നും ചെയ്യില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇതുകൊണ്ട് സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പം ഇന്നലെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ പറയുന്നത് കേട്ടു, അവരെങ്ങനെ തട്ടമിട്ട് ധരിച്ചു വരുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾ ഭയപ്പെടുന്നുണ്ടെന്ന്. അതെന്താണ് ആ ഭയപ്പാട്? അതും കേരള സമൂഹത്തിൽ അതങ്ങനെയാണ് ഭയപ്പാടുണ്ടാകുന്നത്. ഏത് കുട്ടിയാണ് അങ്ങനെ ഭയന്നിട്ടുള്ളത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ശിരോവസ്ത്രം ധരിക്കുമ്പോഴും ഇതേ ഭയം ഉണ്ടാവേണ്ടല്ലേ? നിങ്ങളും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാളെ അങ്ങും ഈ ശിരോവസ്ത്രം ധരിച്ചിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്.
ആ ഭയം കുട്ടികൾക്ക് അപ്പോഴും വേണ്ടതല്ലേ? അതില്ല. ഇവരുടെ മാത്രം നിങ്ങൾക്കൊരു ഭയമായി തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം വേറെയാണ്. ആ പ്രശ്നം കേരള പൊതുസമൂഹം തിരിച്ചറിയും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ ക്രിസംഗികളോടും അതേപോലെ സംഘികളോടും STPക്കാരോടും തീവ്ര മുസ്ലിം സംഘടനകളുള്ളവരോടൊക്കെ ഞാനൊരു കാര്യം പറയാം. ഇത് കേരളമാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എൻ്റെ അയൽവക്കത്തുള്ള കൃഷ്ണേട്ടനായിക്കോട്ടെ, ചന്താട്ടനായിക്കോട്ടെ, രമണേച്ചി ആയിക്കോട്ടെ, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വീട്ടിലുള്ളവരായിക്കോട്ടെ, ഇവരൊക്കെ ആയിട്ട് നമ്മൾ ബന്ധം ഉണ്ടാക്കിയെടുത്തത് മതത്തിൻ്റെ പേരിലല്ല. അതാണ് അതിൻ്റെ ഉത്തരം. നമ്മൾ തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ച കിരണുമായിട്ടുള്ള ബന്ധം, എൻ്റെ കൂടെ പഠിച്ച രതീഷുമായിട്ടുള്ള ബന്ധം, ഇതൊന്നും മതത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയെടുത്ത ബന്ധമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മതം പറഞ്ഞാൽ അത് തകരുകയും ചെയ്യില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. നിങ്ങൾക്ക് ഇതിൻ്റെ കോർ പ്രശ്നം ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങളിതിന് മെനക്കെടല്ലേ. ഇത് സാധനം വേറെയാണ്, ഇത് സ്ഥലം വേറെയാണ്, ഇത് മനുഷ്യർ വേറെയാണെന്നേ. ഇവിടെ ഇതൊന്നും നടക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളിതിലൊക്കെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരാൾ മതം പറഞ്ഞ് വരുമ്പോൾ ഇപ്പം തന്നെ നോക്കിയേ, ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉണ്ടായ ആദ്യ വിഭാഗം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയിലുള്ളവരാണ്. ക്രിസ്ത്യൻസാണ് ഇതിനെതിരെ ആദ്യം പ്രതിഷേധിച്ച് വന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളോട്, നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നയിക്കുന്ന, വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്ന ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ്, നിങ്ങൾ ഒരു മാതൃകാപരമായ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ഇന്നലെ സ്മൃതി പരുത്തിക്കാട് പറഞ്ഞ പോലെ 24 പറഞ്ഞൊരു കാര്യമുണ്ട്. റിപ്പോർട്ടറിലാണെന്ന് തോന്നുന്നു. ഓക്കെ, അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ആ കുട്ടിയെ സ്വീകരിക്കണം. ഏതെങ്കിലും ഒരു സ്കൂളിൽ അവർ അങ്ങോട്ട് ക്ഷണിക്കണം ആ കുട്ടിയെ. അതാണ് കേരളത്തിൻ്റെ മാതൃക. ശരിക്കും അങ്ങനെയാണ് നമ്മൾ മാതൃക കാണിക്കേണ്ടത്. ഞാൻ ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിനെയൊന്നും എല്ലാവരും കുറ്റം പറയേണ്ട ആളല്ല. കാരണം എല്ലാ വിഭാഗത്തിലും പുഴുക്കത്തുകളുണ്ട്. ആ കൂട്ടത്തിലുള്ള ഒരു പുഴുക്കത്താണ് ഇപ്പോൾ ഈ കുറച്ച് നാളായിട്ട് നമ്മുടെ പൊതുമധ്യത്തിൽ കിടന്ന് കറങ്ങുന്ന ഈ സംഭവം. അല്ലാതെ ഇതൊരു പൊതുവേ കാണുന്ന കാര്യമോ കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമൊന്നുമല്ല. അപ്പം നിങ്ങളെല്ലാവരും ജാഗരൂപരായിട്ടിരിക്കുക. ഇങ്ങനെ കുറച്ച് ആൾക്കാർ എല്ലാ മതത്തിലും ഉണ്ട്. അതുപോലെ ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ടാവും, നമ്മുടെ മതത്തിലും, ഇപ്പോൾ ഇസ്ലാം മതത്തിലുണ്ടാവും, അല്ലെങ്കിൽ ഹിന്ദു മതത്തിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊന്നും നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ ഒരു പൊതുബോധ്യത്തിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ നമ്മളൊരു മതസാഹോദര്യത്തിൻ്റെ മുന്നിലോ ഒന്നും തകരാൻ പോകുന്നൊരു സാധനമല്ല ഇതൊന്നും. ഇവരൊന്നും വിചാരിച്ചാലൊന്നും ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ള കാര്യം വർഷങ്ങളായിട്ട് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഉണ്ടാക്കിയെടുത്ത സാഹോദര്യം മതത്തിൻ്റെ പേരിലല്ല. അതുകൊണ്ട് തന്നെ തകരൂല. മതം പറഞ്ഞ് തകർക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉറപ്പെന്ന് പറയുന്നത്. അതുകൊണ്ട് നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും. താങ്ക് യു വെരി മച്ച്. വീണ്ടും കാണാം.